ഹായ്, ഹലോ, നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇങ്ങനൊരു കമൻറ്റ് ഇട്ടത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ആദ്യം തന്നെ ഒരു പിക്ചർ എടുക്കുക, നമുക്കിഷ്ടമുള്ള പിക്ചർ, ഒന്നില്ലെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്താലും മതി. ഞാനിവിടെ വരയ്ക്കുക ചെയ്തിരിക്കുന്നത്, വരച്ചിട്ട് ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് പെൻസിലിലോട് മാത്രമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഔട്ട്ലൈൻ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വാഷി ടേപ്പ് ഒട്ടിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാഷി ടേപ്പ്സ് ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഔട്ട്ലൈനർ ഉണ്ടല്ലോ, ഔട്ട്ലൈനിലൂടെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു പെൻ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് പെൻ നൈഫാണ്, നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ എവിടെ വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. ഞാനിവിടെ GCC കൺട്രിയിലായതുകൊണ്ട് ഞാനിവിടെ ഒരു ടെമു ആപ്പുണ്ട്, അപ്പോൾ അതിനകത്താണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഇത് പെൻ നൈഫ് എന്ന് പറയുന്നതിന്. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ പെൻ നൈഫ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടിയിലെ പേപ്പർ കട്ടാകരുത്. നമുക്ക് ആ വാഷി ടേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കനമില്ലാത്ത നൈഫ് യൂസ് ചെയ്യണം. ഓക്കെ, അല്ല നമ്മൾ നോർമൽ നൈഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലെ പേപ്പറും കട്ടായിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻ നൈഫ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി മാത്രം, പേപ്പർ കട്ടിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന നൈഫ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നിങ്ങൾ കട്ട് ചെയ്താലും മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഷി ടേപ്സ് യൂസ് ചെയ്യാം നിങ്ങളുടെ കളർ അനുസരിച്ച്. അപ്പോൾ കുറച്ച് കനത്തിലുള്ളത്, വൈഡായിട്ടുള്ളത് അല്ലെങ്കിൽ വൈഡ്നെസ് കുറവുള്ളത് ഒക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന അക്രലിക് പെൻസ് വെച്ചിട്ടുള്ള കളറിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കളർ പെൻസിൽസോ അല്ലെങ്കിൽ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് കളർ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് അക്രലിക് പെൻസാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ മാർക്കർ വെച്ചിട്ട് ഫുൾ ഔട്ട്ലൈൻ മൊത്തം ഹൈലൈറ്റ് ചെയ്തെടുത്തു. ഇതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മളൊരു ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് വരയ്ക്കണം എന്നുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിയുമ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കാൻ നമുക്കത് യൂസ് ആവും. ഇത് ആക്ച്വലി ഞാനൊരു ജേർണലിങ്ങിന് വേണ്ടി ചെയ്തതായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ദ എൻഡ് റിസൾട്ട്.